ഇത്രയും നല്ല കേട്ടൺ എടുത്ത് ഇങ്ങനെ മുറിച്ചു മാറ്റുന്നത് എന്തിനാന്നല്ലേ? നമുക്കൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവാം. കിഡ്സ് റൂമിലെ വിൻഡോ ഇളക്കി മാറ്റി അവിടെ ഗ്ലാസ് ഒക്കെ പിടിപ്പിച്ചിട്ട് കുറച്ചു നാളായെങ്കിലും കേർട്ടൻസ് നമ്മുടെ ഇഷ്ടത്തിനൊത്ത് കിട്ടിയിരുന്നില്ല. ലോങ് വിൻഡോ കേർട്ടൻസ് ആണ് ഞാൻ ചൂസ് ചെയ്തത്. അപ്പോൾ എൻ്റെ മൈൻഡിൽ അതിന് 9 അടി നീളമായിരുന്നു. ആ നീളത്തിനാണ് ഈ കേർട്ടൻസ് വന്നത്. കാണാനില്ലാണ്ടാവാതിരിക്കാനാണ് ഈ ക്ലിപ്പുകളൊക്കെ ഞാൻ ഇങ്ങനെ ഇവിടെ കുത്തിയിടുന്നത്. അപ്പനും മക്കളും ഒക്കെ തൊപ്പിക്കാരാണ്. 2-3 സ്റ്റാൻഡ് അതുപോലത്തെ ഉണ്ട് തൊപ്പി വെക്കാൻ മാത്രമായിട്ട്. കൊല്ലത്തുനിന്ന് തുണി മേടിച്ച് തയ്ച്ചിട്ടായിരുന്നു ആദ്യത്തെ സെറ്റ് ഓഫ് കേർട്ടൻസ് ഞാൻ ഇവിടെ ഇട്ടത്. ആദ്യ കുർബാന പ്രമാണിച്ച് ചേച്ചി അവിടെ കേർട്ടൻസ് ഒക്കെ മാറ്റിയപ്പോൾ അവിടുന്ന് 2 കൊണ്ടുവന്നിട്ടാണ് ഞാൻ 2 എൻഡിലും ഇട്ടത്. നിങ്ങൾക്ക് മാത്രമല്ല, അവൻ ആ തട്ടുന്ന ഫുട്ബോൾ എനിക്കും കാണാൻ പറ്റാറില്ല. മെറ്റീരിയൽ/ഡിസൈൻ വൈസ് ഒക്കെ ആ കിടന്ന 4 കേർട്ടൻസിന് ചേർച്ചക്കുറവുണ്ടായിരുന്നു. സബാഷ്. കേർട്ടൻ എടുത്ത് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് നീളം വളരെ കൂടുതലാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. നല്ല സാറ്റിൻ തുണി ആയതുകൊണ്ട് കേർട്ടൻ ഇത്തിരി വെയിറ്റ് ഉണ്ട്. ഒരു സഹായത്തിനായിട്ട് വിളിച്ചതാണ്. അദൃശ്യമായ ഫുട്ബോളും തട്ടി ഇപ്പൊ വരും. ഇവിടെ ഉണ്ടായിരുന്ന 4 പാളിയുടെ സാധാ ജനൽ ഉപ്പുകാറ്റടിച്ച് മൊത്തം തുരുമ്പെടുത്ത് തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. ആ ഷീറ്റ് അങ്ങനെ വെച്ച് മറച്ചേക്കുന്നത് ഉപ്പുകാറ്റ് കുറയ്ക്കാനാണ്. പുതിയ ജനൽ വെച്ചപ്പോൾ നമ്മൾ ഈ വോളൊക്കെ പെയിന്റ് അടിച്ചതുമാണ്. ഈർപ്പം കൊണ്ടിട്ടാണ് ഇപ്പോൾ അങ്ങനെ പാച്ചസ് ഉള്ളത്. നല്ല വെയിൽ വരുമ്പോൾ അതങ്ങ് മാറും. 38 വർഷം പഴക്കമുള്ള വീടാണേ. അപ്പോൾ നമ്മുടെ കേർട്ടൻസ് ഒക്കെ കളർഫുള്ളായി. കേർട്ടൻസ് ഒരു സിംഗിൾ യൂണിറ്റ് അല്ല, 2 എണ്ണത്തിന്റെ ഓരോ സെറ്റ് വീതം മേടിച്ചതാണ്. ഇവിടെ ഇങ്ങ് അറ്റത്തായിട്ട് ആ കാണുന്ന ടെന്റിന് പിറകില് മതിലില് ടൈം ടേബിൾ ആണ് ഒട്ടിച്ചേക്കുന്നത്. ആരും ഫോളോ ചെയ്യാത്ത 3 ടൈം ടേബിൾസ്. കുക്കുവിന്റെ വീക്ക് ഡേയ്സിലെയും വീക്കെൻഡ്സിലെയും പിന്നെ നിലുവിന്റെ ബോസ് ബേബി ടൈം ടേബിളും. അങ്ങനെ കേർട്ടൻസ് ഒക്കെ സെറ്റായി. കിഡ്സ് റൂമിന്റെ അലങ്കോല പണികൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇത് ടോയ് ബാസ്ക്കറ്റ് അല്ല, കുക്കു ഉപയോഗിച്ചുകൊണ്ടിരുന്ന തൊട്ടിലാണ്. അത് കഴിഞ്ഞ് നിലുവും അതിൽ കിടന്നു. ഇനിയിപ്പോൾ ഇതിൽ കിടക്കാൻ ആരും ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഞാനത് ഇളക്കി ടോയ് ബാസ്ക്കറ്റ് ആക്കിയത്. ഒരു ഗ്ലാസ് വിൻഡോ ഒക്കെ വെക്കുമ്പോൾ അത് തുറന്നാലും നല്ലൊരു വ്യൂ വേണ്ടേ? അതിനുള്ള പരിപാടികൾ അലൻ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷെ പൂർത്തിയായിട്ടില്ല. ഇവിടെ ഇളക്കിയ ജനലിലാണ് അവിടെ ഓർക്കിഡ് വെച്ചിരിക്കുന്നത്. അതെ, അങ്ങറ്റത്തായിട്ടൊരു ക്ലോസറ്റ് ആണ് ഇരിക്കുന്നത്. താഴത്തെ ബാത്റൂമിൽ നിന്ന് മാറ്റിയതാണ്. അതിന് ഡിസ്പോസ് ചെയ്യണം. ബഫല്ലോ ഗ്രാസ് വെച്ച് പിടിപ്പിച്ചേക്കുന്നതാണ്. മേലെ ബോട്ടിൽസ് മുറിച്ചിട്ടാണ് അതിൻ്റെ അകത്ത് വോം ലൈറ്റ്സ് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.